ഇത് മൈനർ സർജറി ആയിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. പിന്നീടാണ് ഞാൻ അറിയുന്നത് ഇതൊരു മേജർ സർജറി പോലത്തെ ഒരു സംഭവമാണ്. കുറച്ച് ഒരു ആഫ്റ്റർ കെയർ ഒക്കെ, അതായത് ഒരു നമ്മൾ ഈ സർജറി കഴിഞ്ഞാൽ ഇത്രയും അവേഴ്സ് ഒബ്സർവേഷൻ ഒക്കെ ഇരുത്തുന്ന ഒരു സർജറി ആണെന്നൊക്കെ പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. ഇപ്പൊ റീസെന്റ് ഒരു 2 വീക്സ് മുന്നേ ഇതേപോലെ വൈഫിന്റെ അമ്മ ഹോസ്പിറ്റലിലോട്ട് പോയി, ഹോസ്പിറ്റൽ ക്ലിനിക്കിൽ. അപ്പൊ അവിടെ ചെന്നപ്പോഴേക്ക് അവിടെ കയറിയപ്പോഴേക്ക് ഫ്രണ്ട് ഓഫീസിൽ ആൾക്കാരുണ്ടായിരുന്നു, പിന്നെ കൺസൾട്ട് ചെയ്യാനുള്ള പേഷ്യൻസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ ഇതേപോലെ ചോദിച്ചായിരുന്നു, ഇതിപ്പോ കറന്റ് വർക്കിംഗ് എന്നാണ് തുടങ്ങി, ഇതിന് എന്തെങ്കിലും ഓർഡർ വല്ലതും ഉണ്ടെന്നോ. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു നമുക്ക് കോർട്ടിൽ നിന്ന് അത് ഓപ്പൺ ചെയ്യാനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് തുമ്പ പോലീസ് സ്റ്റേഷനിലെ CA വിളിച്ച് ചോദിച്ചായിരുന്നു. അമ്മ വിളിച്ച് ചോദിച്ചു ഇതേപോലെ ഇത് വർക്കിംഗ് ആണ്, ഇപ്പൊ ക്ലോസ് ചെയ്യുന്നതായിരുന്നല്ലോ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ എന്താണ് അത് വർക്കിംഗ് വന്നതെന്ന് ചോദിച്ചു. നമ്മളിപ്പോൾ ഉള്ളത് നീതു എന്ന് പറയുന്ന യുവതിയുടെ വീട്ടിലാണ്. ഈ നീതു ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇതേ വീട്ടിൽ നിന്ന് ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. അതായത് പ്രസവത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള അടിവയറ്റിലെ കൊഴുപ്പ് മാറ്റാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോസ്മെറ്റിക് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം നീതുവുമായി ബന്ധപ്പെടുന്നു. പിന്നീട് അവിടെ നടന്ന ശസ്ത്രക്രിയയിലുണ്ടായ വലിയൊരു പിഴവ്, അത് നീതുവിന്റെ ജീവിതത്തെ ഒന്നടങ്കം മാറ്റിമറിക്കുന്ന രീതിയിലേക്കൊക്കെ ആയിരുന്നു കാര്യങ്ങൾ പോയിരുന്നത്. ആ ഒരു സമയത്ത് വലിയ ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കൊരു സന്തോഷം ഒക്കെ ഉള്ളൊരു കാര്യമാണ്. നീതു തിരിച്ച് ജീവിതത്തിലേക്ക് വരികയാണ്. ഫിസിയോതെറാപ്പി ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യനില വളരെ നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളോട് നീതു തന്നെ ഒപ്പം ചേരുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവം ഉണ്ടാകാനുള്ള കാരണം, അതുപോലെ തന്നെ ഇപ്പോൾ എന്താണ് അവസ്ഥ എന്നതൊക്കെ മലയാളി വാർത്തയോട് പ്രതികരിക്കുകയാണ്. നീതു, നമ്മൾ അറിഞ്ഞിരുന്നു ഓപ്പറേഷൻ എങ്ങനെ ഒരു ആഡ് വഴിയാണ് കണ്ടത് എന്നൊക്കെ. ശരിക്കും അന്ന് എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് ഇവരെ പരിചയപ്പെടുന്നത്? ഞാനിങ്ങനെ ഈ ആഡ് വഴി തന്നെയാണ്, ഈ സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് കണ്ടത്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി അവരോട് ഡയറക്റ്റ്ലി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്താണ് സംഭവം എന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ അതിന് ശേഷം പിന്നെ ഇവരിങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മളത് കണ്ടതിന് ശേഷം പിന്നെ വർക്കിൻ്റെ ഇതിലൊക്കെ നമ്മളങ്ങ് ആ ധൃതിയിലങ്ങ് വിട്ടായിരുന്നു. പിന്നെ ഇവർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് റിമൈൻഡ് ചെയ്യാൻ, ഇങ്ങനെ നമ്മൾ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു എന്നൊക്കെ വിളിച്ച് ഓർമ്മിപ്പിക്കുക. ഇത് എന്താ ചെയ്യുന്നുണ്ടോ മാഡം, നല്ലതാണ്, അല്ലാണ്ട് ഇപ്പം അങ്ങനെ ഇതാണ് ബെറ്റർ ഓപ്ഷൻ മാഡത്തിന് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആണ് ഇവർ എപ്പോഴും വിളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് നമ്മളിത് ഫോർവേഡ് ചെയ്ത് പിന്നെ വീണ്ടും ഒന്നും കൂടെ കൺസൾട്ട് ചെയ്യാനൊക്കെ പോയി ഞാനൊന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഡ്രോബാക്സ് ഇതിനുണ്ടോ എന്തെങ്കിലും. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഇതൊരു ഓപ്പൺ സർജറി പോലും അല്ല, ഇൻസിഷനാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പിന്നീടാണ് ഞാൻ അറിയുന്നത് ഇതൊരു മൈനർ സർജറി ആയിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. പിന്നീടാണ് ഞാൻ അറിയുന്നത് ഇതൊരു മേജർ സർജറി പോലത്തെ ഒരു സംഭവമാണ്. കുറച്ച് ഒരു ആഫ്റ്റർ കെയർ ഒക്കെ, അതായത് ഒരു നമ്മൾ ഈ സർജറി കഴിഞ്ഞാൽ ഇത്രയും അവേഴ്സ് ഒബ്സർവേഷൻ ഒക്കെ ഇരുത്തുന്ന ഒരു സർജറി ആണെന്നൊക്കെ പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ എനിക്ക് അങ്ങനെ ഞാൻ ഇപ്പോൾ ശനിയാഴ്ച പോയി സർജറി ചെയ്യുന്നു, സൺഡേ മോർണിംഗ് എന്നെ രാവിലെ വിടുന്നു. വിട്ട് കഴിഞ്ഞ ഉടനെ ഞാൻ പറയുന്നുണ്ട് എനിക്ക് ഒട്ടും വയ്യ, അതായത് ഞാൻ കഴിക്കണ ആഹാരം വൊമിറ്റ് ചെയ്യുന്നു, BP കുറയുന്നു. BP കുറയുന്നതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വയ്യാണ്ടാവുന്നു എന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട് BP അപ്പാരറ്റസ് വെച്ച് പറ്റുമെങ്കിൽ. ആദ്യം പറയുന്നത് വെച്ചാൽ നോർമലാണ്, കുഴപ്പമില്ല, സർജറി ഇന്നലെ കഴിഞ്ഞതല്ലേ ഉള്ളൂ. അപ്പം നമ്മളും കേൾക്കുമ്പോൾ ശരിയാണ്, സർജറി ഇന്നലെ കഴിഞ്ഞുള്ളപ്പോഴേ നമ്മൾ എണീറ്റ് നടക്കണം, ഓക്കെ ആണോ എന്ന് എങ്ങനെ പറയും. അപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെയാണ് ഇത് എന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ശരി. അപ്പോൾ വീണ്ടും വയ്യാണ്ടായ ഒരു തലകറക്കം പോലെയൊക്കെ വന്നു തുടങ്ങിയപ്പോഴത്തേക്കും അവർ പറഞ്ഞതെന്ന് വെച്ചാൽ BP അപ്പാരറ്റസ് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കും. BP അപ്പാരറ്റസ് നോക്കുമ്പോഴും BP കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ BP അപ്പാരറ്റസ് നോക്കാൻ പറഞ്ഞായിരുന്നു. അപ്പം ഞങ്ങൾ നോക്കിയപ്പം BP കുറവാണ്. നമ്മളത് അവരെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഫോം ചെയ്ത് അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നോർമലാണ്, കുഴപ്പമൊന്നുമില്ല, കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ കുടിച്ചാൽ മതി, BP ഡൗൺ ആയതായിരിക്കും, നിങ്ങൾ കഞ്ഞിവെള്ളമൊക്കെ കുടിച്ചാൽ മതി. അപ്പോഴത്തേക്ക് എൻ്റെ ഒരു BP എന്ന് പറയുന്നത് ഒരു 70/40 റേഞ്ചൊക്കെയാണ് BP ഒക്കെ വരുന്നത്. ആ റേഞ്ച് വ്യത്യാസം മാറിയൊക്കെ വരുമായിരുന്നു. നമ്മൾ കണ്ടിന്യൂസ്ലി മോണിറ്റർ ഒക്കെ ചെയ്ത് ഇടയ്ക്ക് വയ്യാണ്ടാകുമ്പോഴൊക്കെ ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നത്. അപ്പം നമ്മൾ പിന്നെ ഇവർ ഒരു പ്രാവശ്യം എന്നല്ല, നമ്മൾ 2-3 പ്രാവശ്യം ഇവർക്ക് അയച്ചൊക്കെ കൊടുത്തായിരുന്നു, ഇങ്ങനെയാണ് സിറ്റുവേഷൻ എന്നൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു. അപ്പോൾ നമ്മൾ ചോദിച്ച് അത് കുറച്ച് തലകറക്കമൊക്കെ കൂടി വരുന്നു, ഞങ്ങൾ തിരിച്ച് ഹോസ്പിറ്റലിലോട്ട് വരട്ടേന്ന് ചോദിച്ചു. അന്ന് സൺഡേ ആണ്, കാരണം അന്നാണ് ഡിസ്ചാർജ് ചെയ്യണം, അന്ന് തന്നെ തിരിച്ച് വരട്ടേന്ന് ചോദിക്കും. അപ്പോൾ അവിടെ നഴ്സ് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അത് അതായത് ഇന്ന് സൺഡേ ആണ് മാം, അതുകൊണ്ട് ഇന്ന് ഹോസ്പിറ്റലിൽ കാണില്ല, ഡോക്ടേഴ്സ് ആരും അവൈലബിൾ ആവില്ല, അപ്പോൾ ഇന്ന് വന്നിട്ട് കാര്യമില്ല, പകരം നാളെ രാവിലെ വന്നോളൂ എന്നാണ്. നമ്മൾ ചോദിച്ചാൽ എന്നാൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും കാണിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സർജറി ചെയ്യുമ്പം ഇങ്ങനെ ഒരു BP ഡൗൺ ആവുന്നത് നോർമലാണ്,
എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ നമ്മൾ പറഞ്ഞു ആ ശരി എന്നാ. അപ്പൊ നമ്മൾ വിചാരിച്ചു ഓക്കെ, അപ്പൊ അവർ ഇങ്ങനെ ചില പേഷ്യൻസിന് ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചു അപ്പൊ ഇങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇതിന്റെ ഒരു രീതികളെന്ന്. അപ്പൊ നമ്മൾ വിചാരിച്ചു ആ ശരി നെക്സ്റ്റ് ഡേ വരാം. അപ്പൊ അവർ പറഞ്ഞു രക്തം അടച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ്. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒരു 9:30 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ കോസ്മെറ്റിക്കിലെത്തി. ഞാൻ പോകുമ്പോഴേ പറയുന്നുണ്ട് എനിക്ക് നിൽക്കാനൊന്നും പറ്റില്ല, ലിഫ്റ്റ് കയറി മുകളിലോട്ടൊന്നും വരാൻ പറ്റില്ല, എനിക്ക് തീരെ വയ്യാണ്ടാണ് വരണേന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, താഴെ തന്നെ ചെയ്യാം, താഴെ എന്തോ അതിനൊരു ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ താഴെ തന്നെ കിടത്തി. ആദ്യം പറഞ്ഞ് ട്രിപ്പ് ഇട്ടാൽ മാറും തന്നു. അപ്പം നമ്മൾ ഈ ട്രിപ്പ് ഇടുന്നു, ആദ്യം ബ്ലഡ് അവർ തലേന്ന് നമ്മൾ വയ്യാന്ന് പറയുമ്പോൾ അവർ പറഞ്ഞത് ബ്ലഡ് ഞങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, പേടിക്കണ്ട. പക്ഷെ ഉച്ചയായപ്പം ഹസ്ബൻഡ് അടുത്ത് പറയുന്നു ഡോണറിനെ അറേഞ്ച് ചെയ്യണം, അവർക്കൊരു ഹോൾ ബ്ലഡ് ആണ് വേണ്ടതെന്ന് പറയുന്നത്. അങ്ങനെ ഇവരെന്ത് ചെയ്യുന്നത്, അപ്പൊ ഹസ്ബൻഡ് PRS കൊടുക്കാൻ പറഞ്ഞു ബ്ലഡ് പെട്ടെന്ന് തന്നെ. പക്ഷെ ഡോണറിനെ കിട്ടി. അങ്ങനെ PRS പോയി നമ്മളിത് കൊടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ എന്നിട്ട് ബ്ലഡ് അടയ്ക്കുന്നു. അപ്പൊ ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവർ പറഞ്ഞ ബെറ്റർ ആവുന്നുണ്ട്, കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവര് പറയാ പക്ഷെ BP ഒരു ചേഞ്ച് ഇല്ല, ഇതില് നമ്മൾ ഇത്രയും മെഡിസിൻ ഒക്കെ തന്നിട്ട് ഒരു പ്രയോജനമില്ല എന്നൊന്നും അവർ ട്രിപ്പ് ഇട്ടിട്ടും പ്രയോജനമില്ല, ഇത് ചെയ്തിട്ടും പ്രയോജനമില്ല. അപ്പോഴത്തേക്ക് എന്റെ യൂറിൻ ഔട്ട്പുട്ട് ഒക്കെ കുറഞ്ഞൊക്കെ തുടങ്ങിയായിരുന്നു. അപ്പൊ ആ കത്തീറ്ററൊക്കെ അവർ ഇട്ടായിരുന്നു. അങ്ങനെ യൂറിനൊക്കെ കുറവാണ്, ആ റിപ്പോർട്ടിലുണ്ട് കുറവാണ്. പക്ഷെ നമുക്കറിയില്ലല്ലോ ഇങ്ങനെ BP കുറയുമ്പോൾ ഇങ്ങനെ കുറെ സിംറ്റം വേറെ ഏതോ ഒരു ഇതിലേക്ക് പോകുന്നതിന്റെ സിംറ്റം ആണെന്ന്. അപ്പൊ ഇവർ നമ്മുടെ അടുത്തും പറയുന്നില്ല BP കുറവാണ്, ഇതിന് കുറച്ച് ക്രിട്ടിക്കലാണ്, ആ ഒരു സിറ്റുവേഷൻ പറയുന്നില്ല. ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് തീരെ അങ്ങ് ഒരു വല്ലാത്തൊരു ആരോഗ്യാവസ്ഥയൊക്കെ ഭയങ്കര മോശമായി തുടങ്ങിയാണ്. അപ്പൊ ഇവർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇത് കുറച്ചും കൂടെ ടെസ്റ്റ് ചെയ്യണം, കുറച്ചും കൂടെ BP ഒന്ന് സ്റ്റേബിൾ ആക്കണം. ഇപ്പം കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്, പക്ഷെ കുറച്ചും കൂടെ സ്റ്റേബിൾ ആക്കാറുണ്ട്. അതുകൊണ്ട് ഒരു കുറച്ചും കൂടെ ഒരു നല്ല ഫെസിലിറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ആക്കണം, അനന്തപുരിയിലോട്ട് നീ ഇതിനെ കൊണ്ടുപോകുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അവിടെ നിന്ന് ഒരു ഇന്നോവയിൽ കയറ്റിയാണ് അനന്തപുരിയിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം അനന്തപുരിയിലോട്ട് പോയി എത്തുന്നത് എനിക്കൊരു കാർഡിയാക് അറസ്റ്റാണ്. അപ്പം അതായത് ഞാൻ അവിടെ എത്തുന്നതും കാർഡിയാക് അറസ്റ്റാണ്. അപ്പൊ ഞാൻ ആ ഇന്നോവ കാറിൽ വെച്ച് കുറച്ചും കൂടെ ഒന്ന് ലാഗ് ആയിരുന്നെങ്കിൽ, ഇന്നോവ കാറിൽ വെച്ചിട്ടാണെങ്കിൽ കാർഡിയാക് അറസ്റ്റ് വന്നിരുന്നെങ്കിൽ ഇവർക്കൊരു ഫസ്റ്റ് എയ്ഡും തരാൻ പറ്റില്ലായിരുന്നു, ഞാൻ ഡെത്തിലോട്ടായിരിക്കും പോവുകയും ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത്രയും വൈറ്റൽസ് കുറവ്, അതായത് ബ്രീത്തിങ് ഇഷ്യൂ അപ്പോഴത്തേക്ക് പറഞ്ഞു, തലേന്ന് പനിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ സമയത്ത് തന്നെ ഈ അനന്തപുരിയിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്ക് എൻ്റെ ഓക്സിജൻ ലെവലൊക്കെ നല്ല കുറഞ്ഞായിരുന്നു, BP നല്ല ഡൗൺ ആയിരുന്നു. അങ്ങനെ 70, വീണ്ടും ആ 70-40 റേഞ്ചിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വൊമിറ്റ് ചെയ്ത കണ്ടീഷൻസ് ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇവർ അടുത്തുള്ള വേറൊരു ഇത്രയും വൈറ്റൽസ് കുറഞ്ഞ ഒരാള്, അതായത് കഴക്കൂട്ടുന്നത് കിംസ് എന്ന് പറയുന്നത് ആനയറയാണ്. അപ്പൊ എന്തുകൊണ്ട് ഈ ആനയറയിലുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല, എന്തുകൊണ്ട് ഇത്രയും അതായത് 1 മണിക്കൂർ അടുപ്പിച്ചെടുത്താണ് എന്നെ ഈ അനന്തപുരിയിലോട്ട് കൊണ്ടുപോകുന്നത്. നമ്മളൊരു ആംബുലൻസിൽ പോകുന്നതിന്റെ ആ ഒരു ഫീച്ചേഴ്സ് ഒന്നും ഇല്ലല്ലോ ഒരു ഇന്നോവ കാറിനൊന്നും. അപ്പൊ ഇത്രയും വൈറ്റൽസ് കുറഞ്ഞ എന്നെ ഈ ഇന്നോവയിലാണ് കൊണ്ടുപോയത്. കയറുന്നതും എനിക്ക് കാർഡിയാക് അറസ്റ്റ് ആണ്. ഇപ്പൊ കിംസിലായിരുന്നെങ്കിൽ ചിലപ്പോൾ കയറി കുറച്ച് കഴിയുമ്പോഴേ കാർഡിയാക് അറസ്റ്റ് വരുള്ളൂ പറയായിരുന്നു. പക്ഷെ ആ ഒരു ലാഗ്, അപ്പൊ നമ്മൾ ചോദിക്കുന്നത് ഇത്രയും, അതായത് ഞായറാഴ്ച മുതൽ എനിക്ക് ചികിത്സ കിട്ടിയില്ല, ഞായറാഴ്ച ഇതിന് വേണ്ടിയിട്ടുള്ള ചികിത്സയൊന്നും കിട്ടിയില്ല. ഇത്രയും BP കുറഞ്ഞ ഒരാളെ എന്തുകൊണ്ട് നേരത്തെ ഇവിടെ ഫെസിലിറ്റി ഇല്ലെങ്കിൽ നേരത്തെ ഒരു ആശുപത്രി കൊണ്ടുപോയില്ല, അതാണ് നമ്മൾ ചോദിക്കുന്നത്. വേറൊരു ഇവിടെ ഫെസിലിറ്റി ഇല്ല, CT സ്കാൻ എടുക്കാൻ അങ്ങനെ ഒരു ഓപ്ഷൻ ഒന്നും ഇല്ലെങ്കിൽ അവർക്കറിയാലോ അവിടെ ഇല്ല. നമ്മുടെ അടുത്ത് പറഞ്ഞത് പോട്ടെ, പക്ഷെ അവർക്കറിയാലോ അവിടെ അങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ല, കുട്ടിയുടെ കണ്ടീഷൻ BP ഡൗൺ. ഡോക്ടേഴ്സ് എന്ന് പറയണ ഇങ്ങനെ നോക്കിയിട്ട് അതിനൊരു ആക്ഷൻ എടുക്കാനല്ലേ പറ്റൂ. ഇപ്പൊ അനന്തപുരിയിലാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവർ കുറച്ചും കൂടെ വേറൊരു ഫെസിലിറ്റിയിൽ കൊടുക്കാനല്ലേ നോക്കൂ. ഇപ്പൊ അങ്ങനെ ഒരു സർജറി ചെയ്യാൻ ഒരു സർജൻ അവിടെ ഇല്ലെങ്കിൽ ചിലപ്പോൾ മാറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡോക്ടറിനെ വരുത്തിക്കുകയല്ലേ ചെയ്യുക. പക്ഷെ എന്തുകൊണ്ട് ഈ ഹോസ്പിറ്റലിൽ അങ്ങനെ ചെയ്തില്ല എന്നാണ് ചോദിക്കുന്നത്. ഞങ്ങൾ ചോദിക്കുന്നത് വെച്ചാൽ ഇത്രയും BP കുറഞ്ഞൊരു പേഷ്യന്റിനെ എന്തുകൊണ്ട് അത്രയും നേരം അവിടെ നിർത്തി, നിങ്ങൾ എന്തുകൊണ്ട് ബെറ്റർ കെയർ ഒരു ഹോസ്പിറ്റൽ. പിന്നെ വേറൊരു കാര്യം, ഇതേ സിംറ്റംസ് പറഞ്ഞാണ് വേറൊരു പേഷ്യന്റ് ഇതിന് മുന്നേ അവിടെ വന്നിട്ട് മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ പേട്ടയിലൊരു ക്ലിനിക്കിലായിരുന്നു. അപ്പൊ ഇവര് അങ്ങനെ അപ്പൊ ഇങ്ങനെ ഒരു സിമിലർ സിറ്റുവേഷൻ ഉണ്ടായിട്ട് അതേ ഒരു സിമിലർ സിറ്റുവേഷൻ വന്ന് വേറൊരു നെക്സ്റ്റ് പേഷ്യന്റ് വരികയാണ്, മറ്റേ ആൾ മരിച്ചുപോയി. അപ്പൊ ഞാനിങ്ങനെ പറയുകയാണ് എനിക്കിങ്ങനെ വയ്യായിക വരികയാണ്, അപ്പൊ അവരുടെയിലും ഉണ്ട്, അവർക്കും അറിയാം. ഇപ്പൊ എനിക്ക് കേൾക്കാൻ പറയും 70/40 കേൾക്കാൻ പറയും ഇതൊരു വലിയൊരു കുറഞ്ഞ BP ആണ് എന്ന് അറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇത്രയും നേരം BP കുറഞ്ഞിരിക്കുകയാണെങ്കിൽ അത് വേറെ കണ്ടീഷൻ, അതായത് ഇത്രയും BP കുറഞ്ഞിരിക്കുകയാണെങ്കിൽ അതായത് ബാക്കിയുള്ള ഓർഗൻസ് ഒക്കെ പ്രശ്നമായി തുടങ്ങും, അതൊക്കെ എഫക്ട് ചെയ്ത് തുടങ്ങുമെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ ഇത്രയും പഠിച്ച ഡോക്ടേഴ്സിന് അത് അറിയില്ലേ,
ഇങ്ങനെ ഡൗൺ ആവും ആ കുട്ടിയെ പെട്ടെന്ന്. അപ്പൊ എൻ്റെ കണ്ടീഷൻ ഇത്രയായാലും ഞാൻ പറഞ്ഞ നേരത്തെ എത്തിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഒരു വെന്റിലേറ്ററിൽ കിടക്കേണ്ട ഒരു അവസ്ഥ, ഒരു ICUയിൽ കുറേ നാൾ കിടക്കണം. പക്ഷെ ഒരു കൈയും കാലും മുറിച്ച് കളയേണ്ട, ഒരു വിരലുകളൊക്കെ മുറിച്ച് കളയേണ്ട ഒരു അവസ്ഥ, ആ ഒരു ലെവലിലേക്ക് ഇവർക്ക് കാര്യം എത്തിക്കാതെ ഇരിക്കുകയായിരുന്നു. ആ ഒരു തെറ്റും പറയുന്നുണ്ട്. പിന്നെ എൻ്റെ ഈ സർജറി ചെയ്ത് കഴിഞ്ഞ് അനന്തപുരിയിൽ ചെന്നുള്ള ഒരു സർജറി ചെയ്യുന്നുണ്ട്, ലാപ്രോട്ടമി ചെയ്യുന്നുണ്ട്. ആ സർജറി ചെയ്യുമ്പോൾ എൻ്റെ വയറ്റിൽ നിന്ന് കൾച്ചർ ചെയ്യുമ്പോഴത്തേക്ക് ബാക്ടീരിയ പ്രസൻസ് അതിനകത്തുണ്ട്. അപ്പോൾ ചുമ്മാ, അതായത് ഞാൻ ഇതിന് മുന്നേ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഈ സർജറി ചെയ്യുന്നത്. അപ്പോൾ അതുവരെ പ്രശ്നമില്ലാതെ ഇങ്ങനെ ഒരാളുടെ ശരീരത്തിൽ ഒരു ബാക്ടീരിയ ഉണ്ടാവുക എന്ന് പറയുന്നത് അതെങ്ങനെയാണ്? പുറത്തുനിന്നൊന്നും കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. പുറത്തുനിന്ന് വന്നത് എങ്ങനെയാണ്? ഈ സർജറി ചെയ്താണ് എനിക്ക് ആ ബാക്ടീരിയ വന്നിരിക്കുന്നത്. അപ്പൊ ആരാണ് ഇതിന് പറയേണ്ടത്? അത് ഡോക്ടേഴ്സാണ് പറയേണ്ടത്. അതൊരു മെഡിക്കൽ ബോർഡ് കൂടുമ്പോൾ അവരാണ് പറയുന്നത്. എന്തുകൊണ്ട്? അതായത് ചുരുങ്ങിയ നേരം കൊണ്ടാണ് എനിക്ക് ആ സെപ്സിസ് ഉണ്ടായിരിക്കുന്നത്. സർജറി കഴിഞ്ഞ് 24 മണി നെക്സ്റ്റ് ഡേ സർജറി ചെയ്യുമ്പം അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ വയറ്റിൽ നിന്ന് കാണുന്ന ബാക്ടീരിയസ് ആണത്. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് ഇവരാണ് പറയേണ്ടത്. എന്തുകൊണ്ട് എനിക്ക് ആ ബാക്ടീരിയ വന്നു, എന്തുകൊണ്ട് ആ പേഷ്യൻ്റെ വയറ്റിൽ ആ ബാക്ടീരിയ വന്നു, എന്തുകൊണ്ട് നിങ്ങൾ നേരത്തെ എത്തിച്ചില്ല എന്ന് അവരാണ് പറയേണ്ടത്. നമ്മളും ചോദിക്കുന്നത് മെഡിക്കൽ ബോർഡ് എന്തുകൊണ്ട് ആ കാര്യങ്ങളിൽ ചെയ്യുന്നില്ല. അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ സർജറി ചെയ്തെന്ന് പറഞ്ഞ് വിരലുകൾ മുറിക്കേണ്ട അവസ്ഥയിലോട്ട് എത്തില്ല. വിരലുകൾ മുറിക്കേണ്ട അവസ്ഥ ഇങ്ങനെ സർജറി ചെയ്തോണ്ട്, പക്ഷെ ആ സർജറി ചെയ്ത കോംപ്ലിക്കേഷൻസ് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാതെ അത് വന്നിട്ടും എന്നെ അവിടെ തന്നെ കിടത്തി ബെറ്റർ ഫെസിലിറ്റിയിലേക്ക് കൊണ്ടുവന്ന് ആ കോംപ്ലിക്കേഷൻ വളരെ വഷളാക്കുകയും ചെയ്തത് കൊണ്ടാണ് എനിക്ക് അത്ര ഹൈ ഡോസിൽ മെഡിസിൻസ് ഒക്കെ തരേണ്ടി വന്നത്. അനന്തപുരി എൻ്റെ ലൈഫ് സേവ് ചെയ്യാൻ നോക്കിയപ്പോഴായിരിക്കും ഹൈ ഡോസ് മെഡിസിൻസ് വന്നത്. പക്ഷെ എന്തുകൊണ്ട് ആ ലാസ്റ്റ് സ്റ്റേജിൽ കൊണ്ടുപോകേണ്ടല്ലേ ഇത്ര ഹൈ ഡോസിൽ മെഡിസിൻ തരാം? നമ്മളൊരു പനി വന്നാൽ നമ്മൾ ആദ്യം ഹൈ ഡോസ് മെഡിസിൻസ് അല്ലല്ലോ എടുക്കുന്നത്. ആ കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും ചോദിക്കുന്നത്. നമുക്ക് ആശുപത്രിയുടെ ഭാഗത്തു നിന്ന്, അതായത് ക്ലിനിക്കിന്റെ ഭാഗത്തു നിന്ന് വലിയൊരു മിസ്റ്റേക്ക് വന്നു എന്നത് വ്യക്തമാണ്. ഇപ്പൊ സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴാണ് പുറത്തു വരുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് ഇപ്പൊ എല്ലാവരും കൂടുതലായിട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് റീൽസ് കാണുക, സോഷ്യൽ മീഡിയയിലുള്ള പരസ്യങ്ങളാണ് പല കാര്യങ്ങളിലേക്കും പോകുന്നത്. അപ്പം നീതുവിന് എങ്ങനെയാണ് ഈ ഒരു കോസ്മെറ്റിക് സെന്റർ വിശ്വാസയോഗ്യമായിട്ട് തോന്നിയത്? അങ്ങനെ തോന്നിയതിന്റെ കാരണവും അതുപോലെ തന്നെ ഇത് ഇനി എങ്ങനെയാണ് ആളുകളോട് പറയാനുള്ളത്? അതായത് ഇപ്പൊ ഇങ്ങനെ ഒരു അനുഭവം കൂടെ ഉണ്ടായതാണല്ലോ. അപ്പൊ അതായത് റീൽസ് കണ്ട് മാത്രം പോയതല്ല. നമ്മൾ ആക്ച്വലി ആ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനോട് സംസാരിക്കുമ്പോൾ അവരെന്ന് പറയുന്നത് വെച്ചാൽ ഞങ്ങൾ വെൽ എക്സ്പീരിയൻസ്ഡ് ആണ്, മെഡിക്കൽ കോളേജിൽ പഠിച്ച് പാസ് ഔട്ടായ ഡോക്ടേഴ്സാണ്, അങ്ങനെയൊക്കെ കുറേ. പിന്നെ അവർ ചെയ്ത കുറേ കാര്യങ്ങളൊക്കെ അതായത് ഈ സർജറി ചെയ്ത് മാറ്റങ്ങളൊക്കെ ഉണ്ടായ കുറേ പിക്ചേഴ്സൊക്കെ പ്രൂഫായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ അവരോട് ഇതങ്ങനെ പേടിക്കേണ്ട ഒരു സർജറി, കാരണം ചെറിയൊരു സർജറിയാണ്, ഒരു മൈനർ സർജറിയാണ്, പേടിക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്നൊക്കെ അവരിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് നമുക്കൊരു കോൺഫിഡൻസ് കേട്ട് കോൺഫിഡൻസ്. പിന്നെ കുറേ ഗൂഗിൾ റിവ്യൂസ് ഒക്കെ അവർ പോസിറ്റീവാണ്. ഞാൻ ആദ്യം അതൊക്കെ രണ്ടാണ് നോക്കിയത്. പിന്നെ ഇവരുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായി. നല്ല ഡോക്ടേഴ്സാണ്, മെഡിക്കൽ കോളേജിൽ പഠിച്ചതാണ്, സ്പെഷ്യലൈസ്ഡ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞാണ് നമ്മൾ പോകുന്നത്. ഇപ്പം എൻ്റെ കുറേ പേര്, അപ്പം ഞാനിങ്ങനെ പ്രശ്നം പറഞ്ഞപ്പോൾ ഇവിടെ ചെയ്ത് കുറേ പ്രശ്നം വന്നവരെ കുറേ പേരൊക്കെ ഇതിന് നെഗറ്റീവ് റിവ്യൂസ് കിട്ടുമെങ്കിൽ അവരതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയണം. അപ്പം നമ്മൾ കാണുന്ന അവരുടെ പോസിറ്റീവ് കമൻസ് മാത്രമേ ഉള്ളൂ. നമുക്കറിയാമായിരിക്കും അവർ ഡിലീറ്റ് ചെയ്തൊക്കെ കളയുന്നത്. പക്ഷെ ഞാൻ ഈ ഒരു സർജറി ചെയ്താൽ ഇത്രയും ലെവലൊരു കോംപ്ലിക്കേഷൻ, എൻ്റെ ലൈഫ് ഇങ്ങനെ അങ്ങ് മാറും, ഇങ്ങനെയൊക്കെ ഇതാവുമെന്നൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുപോലെ തന്നെ ഞാനും ഈ പറയുന്ന പേജ് എടുത്ത് നോക്കിയപ്പം അത് ഓരോ ഡോക്ടേഴ്സിന്റെ എക്സ്പ്ലനേഷൻ കാണുമ്പോൾ നമുക്കത് തെറ്റാണ് എന്ന് പോലും തോന്നില്ല. അത്രമാത്രം നീറ്റായിട്ട് അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ആ ഒരു പേജ് കാണുമ്പം വിശ്വസിച്ച് പോകുന്നവരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയുള്ളവരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? എനിക്ക് തോന്നണതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചും കൂടെ നമ്മൾ അതിനെക്കുറിച്ചൊന്ന് പഠിക്കുക, അതിനെക്കുറിച്ച് എന്തൊക്കെ നമ്മളൊരു വേറെ ഡോക്ടേഴ്സിനെയും കൺസൾട്ട് ചെയ്ത് നോക്കുക. അപ്പം കുറേ ഹോസ്പിറ്റലിൽ പോവുക. അപ്പം ഇവരൊക്കെ പറയുന്നതെല്ലാം സെയിമാണ്. ഇവർ ചില ഡോക്ടേഴ്സ് കോംപ്ലിക്കേഷൻസ് പറഞ്ഞതാണ്. ഇപ്പം എൻ്റെ അടുത്ത് ഇവർ കോംപ്ലിക്കേഷൻസിനെ പറ്റിയൊന്നും പറയുന്നത്, പക്ഷെ ചിലപ്പോൾ വേറൊരു സെൻറ്ററിൽ പോകുമ്പോൾ അവർ ഇതിൻ്റെ കുറച്ച് കോംപ്ലിക്കേഷൻസ് പറയുമായിരിക്കും. പക്ഷെ എൻ്റെ അടുത്ത് ഞാൻ ഈ അനന്തപുരിയിൽ പോയപ്പോഴത്തേക്ക് അവിടെയുള്ള ഡോക്ടേഴ്സ് പറഞ്ഞതെന്ന് വെച്ചാൽ അവരിതിന് നല്ലൊരു ഒബ്സർവേഷൻ കൊടുക്കുന്നതാണ്. പേഷ്യൻ്റ് ഒബ്സർവേഷനിൽ വെച്ചിട്ടൊക്കെ മാറ്റുള്ളൂ. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ കേട്ടു, വേറൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇങ്ങനെ കേൾക്കുകയാണ് അവർ 2 ദിവസം ഒബ്സർവേഷൻ. അപ്പം നമ്മൾ എന്തായിരിക്കും, ഇവിടെ ഒബ്സർവേഷൻ കുറച്ചും കൂടെ കെയർ, അപ്പം നമ്മൾ അങ്ങോട്ട് പോകും.
അപ്പൊ എനിക്ക് തോന്നുന്നത് കുറച്ച് ഹോസ്പിറ്റൽസിലൊക്കെ നമ്മളൊന്ന് കൺസൾട്ട് ചെയ്തിട്ട് ഇപ്പൊ ഈ സർജറി എന്നല്ല, നമ്മൾ ഏത് സർജറി ആണെങ്കിലും ഏത് അസുഖമാണെങ്കിലും അങ്ങനെ ഒന്ന് കൺസൾട്ടേഷൻ ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് ആരോഗ്യമൊക്കെ? ഇപ്പൊ റിക്കവറി സ്റ്റേജ് ആണ്. കാല് കുഴപ്പമില്ല, എനിക്ക് കുറച്ച് കോൺഫിഡന്റ് ഉണ്ട് നടക്കാൻ. കൈ കുറച്ചും കൂടെ ഒന്ന് ശരിയായി വരാനുണ്ട്. ചേട്ടാ, ഈ കോസ്മെറ്റിക് ക്ലിനിക് എന്ന് പറയുന്ന സ്ഥാപനം ലൈസൻസ് ഇല്ലാതെയാണ് വർക്ക് ചെയ്തതെന്ന് നീതുവിന്റെ ഒരു കേസിന് ശേഷമാണ് പുറത്തു വരുന്നത്. അതിനുശേഷം സ്ഥാപനം പൂട്ടി എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നു. പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിൽ പോലും ഈ സ്ഥാപനം പലയിടത്തും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ഉണ്ട്. ഫസ്റ്റ് ന്യൂസിൽ വാർത്ത വന്ന് ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോഴേക്ക് അത് ക്ലോസ് ചെയ്യാനുള്ള ഒരു നോട്ടീസ് വന്നിരുന്നു. അപ്പൊ പോലീസ് പറഞ്ഞത് അത് ക്ലോസ് ചെയ്തിട്ടുണ്ടോന്നാണ്. ഒരു 1-2 വീക്സ് കഴിഞ്ഞിട്ട് ഇതേപോലെ അവിടെ അന്വേഷിച്ചപ്പോഴേക്ക് അത് വർക്കിംഗ് ആയിരുന്നു. അപ്പൊ വീണ്ടും ആ പോലീസിന്റെ അടുത്ത് ഇൻഫോം ചെയ്തതിനു ശേഷം പോലീസ് അന്ന് ക്ലോസ് ചെയ്യിപ്പിച്ചതാണ്. അപ്പൊ അത് ഷട്ട് ഡൗൺ ചെയ്തിരുന്നു. ഇപ്പൊ റീസെന്റ് ഒരു 2 വീക്സ് മുന്നേ ഇതേപോലെ വൈഫിന്റെ അമ്മ ഹോസ്പിറ്റലിലോട്ട് പോയി, കോസ്മെറ്റിക് ക്ലിനിക്കിൽ. അപ്പൊ അവിടെ ചെന്നപ്പോഴേക്ക് അവിടെ കയറിയപ്പോഴേക്ക് ഫ്രണ്ട് ഓഫീസിൽ ആൾക്കാരുണ്ടായിരുന്നു, പിന്നെ കൺസൾട്ട് ചെയ്യാനുള്ള പേഷ്യൻസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ ഇതേപോലെ ചോദിച്ചായിരുന്നു, ഇതിപ്പോ കറന്റ് വർക്കിംഗ് എന്നാണ് തുടങ്ങി, ഇതിന് എന്തെങ്കിലും ഓർഡർ വല്ലതും ഉണ്ടെന്നോ? അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, നമുക്ക് കോർട്ടിൽ നിന്ന് അത് ഓപ്പൺ ചെയ്യാനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് തുമ്പ പോലീസ് സ്റ്റേഷനിലെ CA വിളിച്ച് ചോദിച്ചായിരുന്നു. അമ്മ വിളിച്ച് ചോദിച്ചു, ഇതേപോലെ ഇത് വർക്കിംഗ് ആണ്, ഇപ്പൊ ക്ലോസ് ചെയ്യുന്നതായിരുന്നല്ലോ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ എന്താണ് അത് വർക്കിംഗ് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ കോർട്ട് ഓർഡർ ഉണ്ട്, അപ്പൊ അതിന്റെ കോപ്പി വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അന്ന് തന്നെ ഒരു നൈറ്റ് ആയപ്പോഴത്തേക്ക് തുമ്പ പോലീസ് സ്റ്റേഷൻ CA വിളിച്ചു കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, അവർ ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ കോർട്ട് ഓർഡറിൽ ഒരു ലാസ്റ്റ് ഒരു ക്ലോസ് വെച്ചിട്ടുണ്ട്, ലൈസൻസ് ഇല്ലെങ്കിൽ അത് വർക്കിംഗ് പോസിബിൾ അല്ല, അതുകൊണ്ട് അന്ന് രാത്രി തന്നെ അവരടുത്ത് ഷട്ട് ഡൗൺ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിലവിൽ അങ്ങനെ ഒരു ഓർഡർ വന്നിട്ടും അവര് ബാക്ക് എൻഡിൽ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെന്ന് പറയുന്ന ഇപ്പൊ ഒരു ഗവൺമെന്റ് സൈഡിൽ നിന്ന് പറഞ്ഞ ലൈസൻസ് ഇല്ലാതെ ഇല്ലീഗലായിട്ട് അത് വർക്ക് ചെയ്യാൻ പാടില്ല, എന്നിട്ട് അവർ ഇല്ലീഗലായിട്ട് അത് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പൊ ഇപ്പോഴും അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ന് വെച്ചാൽ അവർ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ ഇപ്പോഴും ആൾക്കാരെ കൺസൾട്ടേഷൻ എടുക്കുന്നുണ്ട്. അവര് ഇപ്പൊ സർജറീസിനായാലും വേറെ പ്രൊസീജിയറിനെ റിലേറ്റ് ചെയ്ത് എന്ത് ചോദിച്ചാലും അവര് പറയുന്നുണ്ട്. പോസിറ്റീവ് ആയിട്ട് ഇതിപ്പോ ചെയ്യാൻ പറ്റില്ല എന്നല്ല, അവരത് നമുക്ക് കോൺടാക്ട് ചെയ്യാം, ചെക്ക് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് പറയുന്നത്. അപ്പൊ അത് നമുക്ക് ഭയങ്കര ഒരു കൺഫ്യൂസ്, കാരണം ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടും അത് സ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇതിന്റെ ഇടയിൽ കൂടെ എങ്ങനെയാണ് ഇപ്പം ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അത് ആര് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇത് ഇപ്പോഴും സ്റ്റിൽ വർക്ക് ചെയ്യുന്നുള്ളതൊക്കെ ഒരു കൺഫ്യൂസ്ഡ് ആണ്. ഇപ്പം ഫസ്റ്റ് ഹോസ്പിറ്റലിൽ നമ്മൾ നീതുവിനെ അഡ്മിറ്റ് ആയി, കാർഡിയക് അറസ്റ്റ് വന്ന് അഡ്മിറ്റ് ആയി ഒരു ഓൾമോസ്റ്റ് ഒരു 28 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് വീട്ടിലോട്ട് വരുന്നത്, 1 മന്ത് കഴിഞ്ഞിട്ടാണ്. അപ്പൊ അന്ന് ഓൾമോസ്റ്റ് നമുക്കൊരു 25 lakhs ആയിരുന്നു. ഇപ്പം റീസെന്റ് പോയി അഡ്മിറ്റ് ചെയ്ത് ഈ ഒരു സ്കിൻ ഗ്രാഫ്റ്റിങ്ങും പിന്നെ ഈ കയ്യിലെ ഫിംഗേഴ്സും കാലിലെ ഫിംഗേഴ്സ് റിമൂവൽ, ആ സർജറി എല്ലാം കൂടി ചേർത്താൽ ഇപ്പൊ ഓൾമോസ്റ്റ് നമുക്കൊരു 30 lakhs ആയിട്ടുണ്ട് ഇപ്പൊ എക്സ്പെൻസ്. അപ്പൊ അത് സ്ഥാപനത്തിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കോമ്പൻസേഷൻ ഇല്ല, ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ലീഗലി കേസ് ഇപ്പം മെയിൻലി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ 21st സ്റ്റേറ്റ് മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടാണ്. അപ്പൊ ആ റിപ്പോർട്ടാണ് നമ്മളെ പ്രതീക്ഷ അതിലാണ്. അപ്പൊ അത് റിപ്പോർട്ട് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഇനി അങ്ങോട്ട് കൺസ്യൂമർ കോർട്ടിലായാലും അങ്ങനെ ഫയൽ ചെയ്ത് പോകാൻ പറ്റുന്ന, അത് ബേസ് ചെയ്തിട്ടേ പറ്റത്തുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവര് പ്രധാനമായിട്ടും നീതുവിനെ അടക്കം ഈ ഒരു സർജറിക്ക് വേണ്ടി പറഞ്ഞത് ഒരു ഓഫർ വെക്കുകയായിരുന്നല്ലോ. ആദ്യം 5 ലക്ഷം രൂപയോളം ആകും എന്ന് പറയുന്നു, പിന്നീട് ഓഫർ വെക്കുന്ന ഒരു രീതിയൊക്കെയാണല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് മലയാളികളൊക്കെ ഒരു ഓഫർ ഉണ്ടെന്ന് കാണുമ്പോൾ അവിടെ ഓക്കെ ആണ് എന്ന് വില്ലിംഗ് ആയിട്ട് വരുന്ന ഒരു രീതി കൂടെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളോട് ഇത്തരത്തിൽ ഇനിയൊരു അബദ്ധം ആർക്കും പറ്റരുത് എന്ന് പറയണമല്ലോ. അതെ, എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് അത് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഫസ്റ്റ് നമ്മൾ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ ഒരു ക്ലിനിക്ക് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു ക്ലിനിക്ക് പോയി സർജറി ചെയ്യത്തില്ല. ഇത് ഓൾമോസ്റ്റ് അത് കോസ്മെറ്റിക് ഹോസ്പിറ്റലിൽ തന്നെയാണ് അവർ ബോർഡിലൊക്കെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും അതൊരു ക്ലിനിക്കാണെന്നോ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അതൊരു ക്ലിനിക്കാണെന്നോ അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അപ്പൊ നമ്മളെ ഫസ്റ്റ് അപ്പിയറൻസ് തന്നെ നമ്മൾ നോക്കുന്നത് കോസ്മെറ്റിക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ, അപ്പൊ ഒരു ഹോസ്പിറ്റൽ എന്നുള്ള കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ അവിടെ പോയിരിക്കുന്നത്. അപ്പോൾ അത് ബാക്കി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ പോയി കൺസൾട്ട് ചെയ്തു, അപ്പോൾ ഈ പ്രൊസീജിയറിന്റെ കാര്യമുണ്ട്, നമ്മൾ ആദ്യം ഇങ്ങനെ ഇത്ര എക്സ്പെൻസ് ഒക്കെ ആവുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അത് ഡ്രോപ്പ് ചെയ്തു. പിന്നെ അതിനുശേഷം വീണ്ടും കോൺടാക്ട് ചെയ്തിട്ട് ഇപ്പം അതിന് നമുക്ക് ഓഫേഴ്സ് ഒക്കെ തരാമെന്ന് ചെയ്തു. എന്ന് വെച്ചാൽ
ഈ സർജറി ഇത്ര എക്സ്പെൻസ് ആവുന്നുണ്ട്, അത് പിന്നെ അവരോട് അത്ര എക്സ്പെൻസ് ആവത്തില്ല. ഇപ്പൊ റീസെന്റ് ഓപ്പൺ ആയതുള്ളതുകൊണ്ട് അവര് നമുക്ക് ഓഫേഴ്സ് പറഞ്ഞാണ് നമ്മളെ അങ്ങനെ കൺവിൻസ് ചെയ്താണ് നമ്മൾ അങ്ങനെ അതിലോട്ട് അക്സെപ്റ്റ് ആയത്. പിന്നെ ഇപ്പൊ എനിക്ക് പൊതുവെ ജനറലി പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു സർജിക്കൽ പ്രൊസീജിയർ റിലേറ്റ് ചെയ്തിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് അതിന് കോംപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇപ്പം ഒരു ഡോക്ടർ കോംപ്ലിക്കേഷൻ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കൂടുതലും എക്സ്പീരിയൻസ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ സീനിയർ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ അത്രയും നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകുമ്പോഴായിരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു പ്രൊസീജിയറിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പൊ ചിലവരത് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിലും നമ്മളെ പെട്ടെന്ന് തന്നെ ഒരു സർജറി ചെയ്യാൻ വേണ്ടി പറയുന്നത് നമ്മളൊരു 2-3 ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ 2-3 അടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് തന്നെ ചെയ്യണം. എന്നാലേ ഒരു സർജറി എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണ്, അതിൽ സൈഡ് എഫക്ട്സ് ഉണ്ടോ അല്ലെങ്കിൽ അതിൽ നെഗറ്റീവ് സൈഡ് ഉണ്ടോ എന്നുള്ളതൊക്കെ അറിയണമെങ്കിൽ അങ്ങനെ പോയാൽ മാത്രമേ അറിയുള്ളൂ. ഇപ്പൊ നമ്മളൊരു എക്സ്പീരിയൻസിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. കാരണം നമ്മൾ അതിനുശേഷം ട്രീറ്റ്മെന്റിൽ അനന്തപുരിയിൽ പോയിരുന്നത് സീനിയർ ഡോക്ടേഴ്സ് ആയിട്ടുള്ളവർ എന്ന് വെച്ചാൽ മെഡിക്കൽ കോളേജിൽ എക്സ്പീരിയൻസ് ആയിട്ടുണ്ടായിരുന്നു, അവിടുന്ന് റിട്ടയർ ആയിട്ടുള്ള ഡോക്ടേഴ്സ്, അങ്ങനെയുള്ള ഡോക്ടേഴ്സിനൊക്കെയാണ് നമ്മൾ ഈ റീസെന്റ് ഒരു 2-3 മന്ത്സ് ആയിട്ട് സംസാരിച്ചതും കോൺടാക്ട് ചെയ്തതും. അപ്പൊ അവര് പറഞ്ഞ ഗൈഡൻസും അങ്ങനെയൊക്കെ വെച്ചിട്ട് അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സ് ഒക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ എത്രത്തോളം കോംപ്ലിക്കേഷൻ ഉണ്ട്, ഇപ്പൊ ഇതിൽ എത്രത്തോളം നെഗറ്റീവ് സൈഡ് ഉണ്ടെന്നുള്ള എല്ലാം നമ്മൾ അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പൊ എപ്പോഴും ഒരു സർജറി ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മളെ എക്സ്പീരിയൻസ് മനസ്സിലാക്കിയ കാര്യം അതാണ്. എന്ന് വെച്ചാൽ ഒരു 2-3 ഡോക്ടേഴ്സിന്റെ അടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് സജഷൻ എടുത്തിട്ട് വേണം ഒരു സർജറി റിലേറ്റഡ് ആയിട്ടുള്ള പോകാൻ വേണ്ടിട്ട്. ഇപ്പം റീസെന്റ് ഇതൊരു ഇപ്പൊ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് പറയാം. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പം എല്ലാ വീഡിയോസ് ആയാലും ഓരോ കണ്ടന്റ് കോസ്മെറ്റിക് റിലേറ്റഡ് ആയാലും പല കണ്ടന്റ് ആയാലും എല്ലാം റിവ്യൂസും വ്യൂസും അനുസരിച്ചാണ് അതിലുണ്ട്. അതിലെ കമന്റ്സും അതെല്ലാം ബേസ് ചെയ്തിട്ടാണ് എല്ലാവരും ഓരോന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്ക് ഇപ്പം ഒരു പെട്ടെന്ന് ഒരു ഡിസിഷൻ നമ്മൾ എടുക്കാൻ വേണ്ടി ചൂസ് ചെയ്യുമ്പോഴായാലും ഈ മീഡിയാസ് ഒക്കെ നമുക്ക് ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള കണ്ടന്റ്സ് വൈസിലാണ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പം അതിൽ ചിലവർ പറയായിരിക്കും ഇവിടെ സർജറി ചെയ്തിട്ട് അവർക്ക് ബിഫോർ ആഫ്റ്റർ എന്നുള്ള വീഡിയോസും അങ്ങനെയൊക്കെയാണ്. അപ്പൊ അത് നമ്മൾ മാക്സിമം നമ്മൾ ശ്രദ്ധിച്ചു വേണം അതിൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ബിഫോറും ആഫ്റ്ററും യഥാർത്ഥത്തിൽ തന്നെയാണോ, അതിപ്പം ഫേക്ക് ചെയ്തതാണോ, അത് വേറെ എവിടെയെങ്കിലും ചെയ്തതിന്റെ ഒരു വീഡിയോ ആണോ അവരുടെ പേജിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പൊ അത് ഒന്ന് കെയർഫുൾ ആയിട്ട് ഇരുന്നിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരില്ലായിരുന്നു.